റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തമായി വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അതും ഒരു അസമയത്താണ് പ്രവാചകൻ ഇറങ്ങുന്നത്. അങ്ങനെ പ്രവാചകൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് കാണുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യം തിരക്കി. എന്താണ് അബൂബക്കർ ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നത്? നല്ല വെയിലുള്ള, നല്ല ഒരു സാധാരണ അവസ്ഥയിലല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് കാണുന്നത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ജൂഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പുറത്തിറങ്ങി നടക്കുന്നത് വിശപ്പ് കാരണമാണ്, വീട്ടിൽ കഴിയാൻ സാധിക്കുന്നില്ല, വിശപ്പ് കാരണം പുറത്തിറങ്ങി നടക്കുന്നത്. അങ്ങനെ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് അവർ മുന്നോട്ട് നടക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിച്ചു, എന്താണ് ഈ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്? ഇതേ മറുപടിയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജൂഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സഹിക്കാനാവാത്ത വിശപ്പാണ് എന്നെ വീടിന് പുറത്തിറക്കിയത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ചരിത്ര സംഭവമാണ്. ലോകത്തെ ഏറ്റവും മഹാന്മതരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരിൽ ഏറ്റവും പ്രമുഖരായ രണ്ട് സഹാബികൾ എന്തിനാണ് അവർ ഒരു ഉച്ച സമയത്ത് പുറത്തിറങ്ങിയത്? വിശപ്പാണ് അതിന്റെ കാരണം. അപ്പൊ അവരുടെ ജീവിതം ഇത്തരം പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് അവർ കടന്നുപോയത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എവിടെയെങ്കിലും എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നറിയാൻ അവർ വീട് വിട്ടിറങ്ങുകയാണ്. അങ്ങനെ മൂന്ന് പേരും കൂടി, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരിലെ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു സഹാബിയാണ് അബൂ അയ്യൂബുൽ അൻസ്വാരി എന്ന് പറയുന്ന സഹാബി. അദ്ദേഹത്തിന്റെ വീട് ലക്ഷ്യമാക്കി ഈ മൂന്ന് പേരും നടക്കുകയാണ്. അങ്ങനെ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലെത്തി. അങ്ങനെ അദ്ദേഹത്തെ തിരക്കി. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടെ ഉള്ളത്. അങ്ങനെ അദ്ദേഹം തോട്ടത്തിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ അദ്ദേഹത്തെ അബൂ അയ്യൂബുൽ അൻസാരിയെ വിളിക്കുകയാണ്. അങ്ങനെ വന്ന് നിൽക്കുന്നത്, തന്റെ വാതിൽക്കൽ വന്നു നിൽക്കുന്നത് ഈ മൂന്ന് പേരാണെന്ന വിവരവും അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗസ്റ്റുകളായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ക്ഷണിച്ചുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിഥികളായി എത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ അതിഥിയെ ലഭിച്ച മഹാസൗഭാഗ്യത്തിൽ അദ്ദേഹം വളരെ സന്തോഷവാനായി. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഏറ്റവും മനോഹരമായ അദ്ദേഹം അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിന്ന് പാകമായ ഈത്തപ്പഴങ്ങൾ അദ്ദേഹം പറിച്ചു, ആടിനെ അറുത്തു, അതേപോലെ ഇളം തണുപ്പുള്ള വെള്ളം അവർക്ക് വേണ്ടി തയ്യാറാക്കി. എന്നിട്ട് 4 പേരും നിലത്ത് സുപ്ര വിരിച്ച് അതിൽ 4 പേരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭക്ഷണത്തിലേക്ക് നോക്കി പ്രവാചകൻ പറഞ്ഞു, അൽ മാഉൽ ബാരിദ്, ഇളം തണുപ്പുള്ള വെള്ളം. അവരുടെ മുമ്പിൽ ആ വെള്ളം തയ്യാറായി നിൽക്കുകയാണ്. വറുത്തബുൽ തയ്യിബ്, പഴുത്ത് പാകമായ ഈത്തപ്പഴങ്ങൾ. വല്ലാഹി വഅൻതും മസ്ഊലൂന ഫി യൗമിൽ ഖിയാമ, അല്ലാഹുവാണേ സത്യം, വഅൻതും മസ്ഊലൂന ഫി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ അനുഗ്രഹത്തെപ്പറ്റി നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ലഭിക്കപ്പെട്ട നിഅമത്തിനെ പറ്റി നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എവിടെയാണ് ഈ നിഅമത്ത് ലഭിക്കുന്നത്? 3 നേരം സുഭിക്ഷമായി ഭക്ഷിച്ചതിന് ശേഷമല്ല,
തീർത്തും വിശപ്പും കാരണം വീട് വിട്ടിറങ്ങിയ സഹാബിമാർക്കും പ്രവാചകന് ലഭിച്ച ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും പ്രവാചകൻ പറയുന്നത് ഈ അനുഗ്രഹം പോലും നാളെ പരലോകത്ത് ചോദിക്കപ്പെടും. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊനിലെ ഒരു വിശുദ്ധ ഖുർആനിലെ തകാത്തുറിലെ ഒരായത്ത് പ്രവാചകൻ ഓതി, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് നിങ്ങൾ അന്നേ ദിവസം പരലോക നാളിൽ നിങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങളെ പറ്റി ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയെന്ന്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വെള്ളം എന്നത് ഒരു മഹത്തായ അനുഗ്രഹമാണ്. പ്രവാചകൻ അത് എണ്ണിയപ്പോ ആദ്യം എണ്ണിയത് അൽ മാഉൽ ബാരിക് എന്നാണ്, തണുത്ത വെള്ളം എന്നാണ് ഒന്നാമത്തെ പോയിന്റായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. നമ്മൾ ധാരാളം ഈ ചൂടുള്ള സമയത്ത് ധാരാളം വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട്. വെള്ളം എന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്താണ്, അനുഗ്രഹമാണ്. ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത് മായിൽ നിന്നാണ്, വെള്ളത്തിൽ നിന്നാണ് എന്ന് ഖുർആൻ വിശുദ്ധ ഖുർആനിലൂടെ പലയിടങ്ങളിലും പറയുന്നതാണ്. സൂറത്തുൽ അംബിയായിലെ 30 വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അഫലാ യുമിനൂൻ, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ? വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ, എല്ലാ ജന്തുജാലങ്ങളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, ഉദരത്തിൽ ഇഴഞ്ഞു പോകുന്ന ജീവികൾ അതിലുണ്ട്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈനി, ഇരുകാലുകളിൽ നടന്നു പോകുന്ന ജീവികൾ അതിലുണ്ട്. വമിൻഹും മൻ യംശി അലാ അർബഈൻ, നാലുകാലിൽ നടക്കുന്നവയും ആ ജന്തുജാലങ്ങളിലുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഖുർആൻ പറയാണ്, യഖ്ലുഖുല്ലാഹു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പടക്കുന്നു, സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനം വെള്ളമാണ് എന്നാണ്. അപ്പൊ ജീവന്റെ അടിസ്ഥാനം വെള്ളമാണ്. അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നിടത്തും വെള്ളത്തെ പ്രത്യേകം എണ്ണി, അല്ലെ? നമുക്ക് സുപരിചിതമായ സൂറത്തുൻ നബയിന്റെ ആദ്യ ഭാഗം പരലോക നിഷേധികളായ, ദൈവത്തെ നിഷേധിച്ച ആളുകൾക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചത് എന്താണ്? വെള്ളം എന്ന മഹത്തായ അനുഗ്രഹത്തെ എണ്ണി പറഞ്ഞു. എവിടെയാണ്? സൂറത്തുൽ നബയിലെ ആദ്യ ഭാഗത്ത് വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാൻ സജ്ജാജ, അവർക്ക് കാർമേഘങ്ങളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളത്തെ നാം ഇറക്കി കൊടുത്തു. അല്ലാഹുവാണത് നമുക്ക് അവതരിപ്പിച്ചെന്നത്. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, പിന്നീട് ആ മഴയിലൂടെ വെള്ളത്തിലൂടെ ധാന്യവും സസ്യവും നാം പുറത്തു കൊണ്ടുവന്നു. വജന്നാത്തിൻ അൽഫാഫ, അതിലൂടെ ഇടതൂർന്ന തോട്ടങ്ങളും ഞാൻ ഉത്പാദിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നബി ഈ അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞു. വെള്ളം കൊണ്ടാണ് ധാന്യങ്ങൾ ഉണ്ടായത്, തോട്ടങ്ങൾ ഉണ്ടായത്. അതേപോലെ സൂറത്തുൽ അബസയിലും അല്ലാഹ് മനുഷ്യനോട് ചിന്തിക്കാൻ പറയുന്നുണ്ട്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ ത്വാമി, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തെ പറ്റി അവൻ ചിന്തിച്ചു നോക്കുന്നില്ലേ? അന്നാ സ്വബബുൽ മാഅ സ്വബ്ബ, അവന് ശക്തിയായി വെള്ളം അവന് ചൊരിഞ്ഞു കൊടുത്തു. സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖ, പിന്നീട് ഭൂമിയെ നാം പിളർത്തി, ഒരു പിളർത്തൽ നാം പിളർത്തി. ഫഅംബത്നാ ഫീഹാ ഹബ്ബ, പിന്നീട് അതിലൂടെ ധാന്യങ്ങളെ നാം പുറത്തു കൊണ്ടുവന്നു. വഇനബം വഖൽബ, മുന്തിരിയും പച്ചക്കറികളും നാം പുറത്തു കൊണ്ടുവന്നു. വസൈതൂനം വനഖല, ഒലീവും ഈന്തപ്പനകളും നാം പുറത്തു കൊണ്ടുവന്നു. വഹദായിഖ ഗുൽബ, ഇടതൂർന്ന തോട്ടങ്ങളെ ഞാൻ കൊണ്ടുവന്നു. വഫാകിഹതം വഅബ്ബ, അവിടെ പഴവർഗ്ഗങ്ങളും പുല്ലും നാം ഉൽപ്പാദിപ്പിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇതൊക്കെ എന്തിനാണ്? ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം വെള്ളമാണ്, മഴയാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഇതൊക്കെ ആർക്കാണ്? മതാഅല്ലകും വലിയനാമികും, ഇത് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ടാണ്. അപ്പൊ ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ വെള്ളം. ഈ വെള്ളത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവാരാണ്? ഖാലിഖാരാണ്, അല്ലാഹുവാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിലെ സൂറത്തും അൽ ബഖറയിൽ മനുഷ്യരെ എന്ന് വിളിച്ച് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞെടുത്തു. അള്ളാഹ് അതിന്റെ കാരണങ്ങൾ പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ അതിന്റെ കാരണങ്ങൾ എണ്ണിയത് എന്താണ്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവായി എണ്ണിപ്പഠിപ്പിച്ചത് എന്താണ്? യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും
വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ചില കഴിവുകൾ ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറഞ്ഞു. വല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ, നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ അവനല്ലയോ. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ മേൽപ്പുരയാക്കി തന്നത് അവനല്ലയോ. വഅൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളം ചൊരിഞ്ഞു തന്നത് അവനല്ലയോ. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, അവന് ഫലവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് റിസ്ഖ് ഉൽപ്പാദിപ്പിച്ചു തന്നവൻ അവനല്ലയോ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പൊ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യരുത്. അല്ലാഹുവാണ് വെള്ളം ഇറക്കി തന്നത്, മഴ ഇറക്കി തന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കുത്തുബിയത്തിന്റെ വരികളിലൂടെ പഠിപ്പിക്കുന്ന എന്താണ്? ആകാശത്തുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കും ഉപകാരപ്രദമായ മഴയും അരുവിയും നൽകുന്നത് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയാണ് എന്ന വരികൾ ഇന്നും കുത്തുബിയത്തിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഖുർആന്റെ എല്ലാ ആയത്തിലും പറയുന്ന അള്ളയാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അതേപോലെ മഴയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടെ മൂത്രമൊഴിച്ചു എന്നും അതേപോലെ സമൃദ്ധമായ മഴ ലഭിച്ചു എന്നും മലയാളത്തിൽ എഴുതി വെച്ച വരികൾ ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ പലർക്കും അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് വെള്ളത്തെ, ഈ മഴയുടെ യഥാർത്ഥ സൃഷ്ടാവ് ആരാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചു. അല്ലെ, ഖുർആനിൽ സൂറത്തുൽ അൻകബൂത്തിൽ 63-ാമത്തെ ആയത്തിൽ വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ, അവരോട് പ്രവാചകരെ നീ ചോദിച്ചാൽ മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആരാണ് ആകാശത്ത് നിന്ന് മഴ ഇറക്കി തന്നത് എന്ന് അവരോട് ചോദിച്ചു നോക്കുക. ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ഭൂമി നിർജീവമായതിനു ശേഷം അതിനെ ജീവസുറ്റതാക്കിയത് ആരാണ്? അപ്പൊ അവര് പറയില്ലേ, അല്ലാഹു തന്നെയാണെന്ന് അവർ പറയും. ഖുലിൽ ഹംദുലില്ലാ, പ്രവാചകരെ നീ പറയുക അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സർവസ്വതയും. ബൽ അക്തറുഹും ലാ യഅഖിലൂൻ, പക്ഷേ അവരിൽ അധികം ആളുകളും ചിന്തിക്കുന്നില്ല. അപ്പൊ മക്ക മുശ്രിക്കുകൾക്ക് വരെ വിശ്വസിച്ചത് അല്ലാഹുവാണ് വെള്ളം ഇറക്കി തരുന്നത്, മഴയുടെ സൃഷ്ടാവ് അല്ലാഹുവാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് മഴയുടെ രൂപപ്പെടൽ. അല്ലാഹുവാണ് അതിന്റെ സൃഷ്ടാവ്, സസ്യങ്ങളെ മുളപ്പിക്കുന്നത് അല്ലാഹുവാണ് എന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മഴയിലൂടെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മുടെ കിണറുകളിൽ ലഭിച്ചത്. ഈ മഴയിലൂടെ വെള്ളം, ആ വെള്ളം എത്ര ശുദ്ധമായ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും അവിടെ ശുക്ർ കാണിക്കാൻ നമുക്ക് സാധിക്കും. ബിസ്മില്ലാ എന്ന് ചൊല്ലി കുടിക്കാനും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനും സാധിച്ചു. സൂറത്തുൽ വാഖിയയിൽ കുടിക്കുന്ന വെള്ളത്തെ പറ്റി ചിന്തിക്കാൻ പറയുന്നു. വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യും? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ കാർമേഘങ്ങളിൽ നിന്നത് നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നത്, അതല്ലെങ്കിൽ നാമാണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ, നമുക്ക് സാധിക്കുമായിരുന്നു, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ ഉപ്പുരസമുള്ളതാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അല്ല പറയാണ് ഫലൗലാ തശ്കുറൂൻ, എന്നിട്ടും അവരെന്താണ് നന്ദി കാണിക്കാത്തത്? അല്ലാഹ്ക്ക് സാധിക്കും. എന്തിന്? കടലിൽ നിന്ന് ബാഷ്പീകരണമായി കാർമേഘങ്ങളായി രൂപപ്പെടുന്ന ഈ മഴയെ ഉപ്പുരസമുള്ള വെള്ളമാക്കിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉപ്പുരസം കലർന്ന വെള്ളം നമ്മൾ കുടിക്കുമോ? കടലിലെ വെള്ളം. പക്ഷെ നമ്മുടെ കിണറ്റിൽ നിന്നുള്ള വളരെ ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കുന്നു. അല്ല പറയണം നമുക്ക് അത് ഉപ്പുരസമുള്ളതാക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആ ശുദ്ധമായ വെള്ളം തന്ന അള്ളാഹുവിനെ എന്തുകൊണ്ട് നന്ദി കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. അപ്പൊ മനുഷ്യർക്ക്, ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം വെള്ളം നൽകുന്നതിൽ അള്ളാഹുവിന് മാത്രമാണ് പങ്ക്. അവിടെ ഔലിയായിന് പങ്കില്ല, അമ്പിയാക്കൾക്ക് പങ്കില്ല, ആൾദൈവങ്ങൾക്ക് ആർക്കും പങ്കില്ല. അങ്ങനെ ഉണ്ടെന്ന വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം വറ്റിപ്പോയാൽ, അല്ലെ, ഇവിടെ പലയിടങ്ങളിലും വെള്ളത്തിന് പ്രതിസന്ധികൾ കാണാം. വലിയ ടാങ്കറുകളിൽ വന്ന് വലിയ പാത്രങ്ങളിൽ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കാണാം. ചില ആളുകൾ 1-2 മാസം വീടുകൾ മാറി താമസിക്കുന്നതാണ്. എന്താണ്? അവർ താമസിക്കുന്ന ഇടങ്ങളിൽ വെള്ളമില്ല.
വെള്ളമില്ലാത്ത ഭൂമി ആരാണ് വാങ്ങുക? അപ്പൊ വെള്ളം എന്നത് മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യമായൊരു ഘടകമാണ്. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം, സൂറത്ത് മുൽക്കിലെ അവസാന ആയത്തിൽ മനുഷ്യരോട് ഖുർആൻ ചോദിച്ച ചോദ്യം എന്താ? നബിയോട് ചോദിക്കാൻ പറയണം. ഖുൽ, നബിയെ ചോദിക്കുക, മനുഷ്യരോട് ചോദിക്കുക. അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു ചോദിക്കാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ശുദ്ധമായ ഉറവ് വെള്ളം കൊണ്ടുവന്നു തരിക? ചോദ്യമാണ്, അള്ളാന്റെ ചോദ്യമാണ്. നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആര് കൊണ്ടുവന്നു തരും നിങ്ങൾക്ക് വെള്ളം? ഈ ചോദ്യത്തിന് ആർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും? വെള്ളത്തെ ഉണ്ടാക്കാൻ മനുഷ്യനാർക്കും പറ്റും. വെള്ളം വറ്റിപ്പോയാൽ എന്ത് ചെയ്യും? കാലികൾ, സസ്യങ്ങൾ, നമ്മുടെ ദൈനംദിനികമായ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ മഴ എന്നത്. അതിലൂടെ നമ്മൾ ആസ്വദിക്കുന്ന വെള്ളം എന്നത്. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. ആ വെള്ളത്തിന്, ആ വെള്ളം കുടിക്കുന്ന നമുക്ക് അല്ലാഹു എന്തെങ്കിലും ആ വെള്ളത്തിന് പകരം ചോദിച്ചു, പണം ചോദിച്ചില്ല. അല്ലാഹു ആരാധനകൾ മാത്രമാണ് ചോദിച്ചത്, ഇബാദത്തുകൾ മാത്രമാണ് ചോദിച്ചത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിനെ മാത്രം അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് അല്ലാഹു മനുഷ്യനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിൽ ഈമാനുള്ളവരായി, തഖ്വ കൈമുതലാക്കിയവരായി നമുക്ക് മാറാൻ കഴിയണം. വൽ അമലു ബിത്വാഅത്തില്ലാ, അല്ലാഹുവിനോടുള്ള അനുസരണം. വൽ ഇഅ്തിഖാദു ബിൽ ഖൽബ്, അതേപോലെ ഖൽബ് കൊണ്ടുള്ള വിശ്വാസം. വ ഖൗലൻ ബിൽ ലിസാൻ, അതേപോലെ നമ്മുടെ നാവുകൾ കൊണ്ടുള്ള പ്രഖ്യാപനം. അതേപോലെ വൽ അമലു ബിൽ ജവാരിഹ്, നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള അമൽ. ഇതാണ് ഈമാൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? തഖ്വക്ക് പണ്ഡിതന്മാർ കൊടുക്കുന്നത് വൽ അമലു ബിത്വാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹി റജാഅ റഹ്മത്തിഹി വ തറക്കു മആസില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് കൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ച് ഇബാദത്തുകൾ, അമലുകൾ പ്രവർത്തിക്കുക. അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, നിർബന്ധമായ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജമാഅത്തുകളിൽ നമ്മൾ എത്തുന്നുണ്ടോ? നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരാതെ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പുണ്യകരമായി പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എത്ര കണ്ട് ചെയ്യുന്നുണ്ട്? പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് തിന്മകൾ വെടിഞ്ഞ് നമ്മൾ നന്മകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങിയാൽ അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറായാൽ, അല്ലെ, നമ്മളെ പാപങ്ങൾ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും, അല്ലെ? അല്ലാഹു നമുക്ക് മഴ നൽകും, അനുഗ്രഹങ്ങൾ നൽകും. എന്ത് ചെയ്യണം? നമുക്കതിന് യോഗ്യത വേണമെന്നാണ്. നമ്മൾ നിർബന്ധ കാര്യത്തിൽ വീഴ്ച വരരുത്. നമ്മൾ നന്മകൾ ചെയ്യുക, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക, അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക. എങ്കിൽ കോരിച്ചൊരിയുന്ന മഴയെ അല്ലാഹു വർഷിപ്പിച്ചു തരുമെന്ന് എവിടെയാണ് പറഞ്ഞത്? സൂറത്തുൽ നൂഹിലാണ്, 10ാമത്തെ ആയത്തിലാണ്. ആര്? നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതാണ്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഇന്നഹു കാന ഗഫാറാ, തീർച്ചയായും അല്ലാഹു പാപങ്ങൾ പൊറുത്തു തരുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അവൻ കാർമിക കീറുകളിൽ നിന്ന് നിങ്ങൾക്ക് സമൃദ്ധമായ മഴ വർഷിപ്പിച്ചു തരും. കാരണം നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പാദ്യവും മക്കളും അവൻ വർദ്ധിപ്പിച്ചു തരും. വയജഅൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉത്പാദിപ്പിച്ചു തരും. വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് സമൃദ്ധമായ പുഴകൾ അവൻ നിങ്ങൾക്ക് നൽകും. ഇത് പ്രവാചകന്മാര് അവരുടെ സമൂഹത്തോട് പറഞ്ഞത്. ഹൂദ് നബി പറഞ്ഞത് വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപമോചനം ചെയ്ത് മടങ്ങുക, ഇസ്തിഗ്ഫാർ നടത്തുക. സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് സമൃദ്ധമായ മഴ വർഷിപ്പിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റഹ്മത്ത് അതിവിശാലമായ റഹ്മത്ത്. അല്ലാഹു റഹ്മാനാണ്, പരമകാരുണികനാണ്. സത്യനിഷേധിയെന്നോ സത്യവിശ്വാസിയെന്നോ വേർതിരിവില്ലാതെ എല്ലാവർക്കും ഈ ദുനിയാവിൽ അല്ലാഹു കരുണകൾ വാരിക്കോരി കൊടുക്കണം. അല്ലാഹുവിന്റെ റഹ്മത്താണ്
വെള്ളം എന്ന് പറയുന്നത്, മഴയെന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അവസാന സമയം വരെ ആ ഒരു ഇസ്തിഖാമത്തും തൗഹീദും ഈമാനും തഖ്വയും നമ്മളിൽ ഉണ്ടാകണം. ഇസ്ലാമിന്റെ ത്വരീഖത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. സൂറത്തുൽ ജിന്ന് 16 വഅല്ലവിത്തഖാമു അല ത്വരീഖത്തി ലഅസ്തൈനാഹും മാഅൻ വദഖാ. ആരാണോ ഈ ത്വരീഖത്തിൽ എന്ന് പറഞ്ഞ ഇസ്ലാമാകുന്ന ത്വരീഖത്തിൽ, പ്രവാചകന്റെ ആ വഴിയിൽ, അള്ളാഹുവിന്റെ വഴിയിൽ ആരാണോ ഉറപ്പിച്ചു നിൽക്കുന്നത്, നാട്ടിലെ ത്വരീഖത്തല്ല, ഇത് പ്രവാചകന്റെയും സഹാബത്തിന്റെയും മാർഗം, ആ മാർഗത്തിൽ ആരാണ് ഉറച്ചു നിൽക്കുന്നത്, ആ ഇസ്തിഖാമത്ത് മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു നിൽക്കുന്ന ആരാണ്, അവർക്ക് സമൃദ്ധമായ മഴയെ ആസ്വദിപ്പിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. വെള്ളം നൽകിയ റബ്ബിനെ നന്ദി കാണിക്കണം. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. നമ്മൾ നന്ദി കാണിച്ചാൽ എന്താ ഉണ്ടാകുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വർധനവ് തരുന്നതാണ്. വർധനവ്, നിഅമത്തുകളിൽ വർധനവ്. വലയിൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ കുഫറിലാണ്, നിങ്ങൾ സത്യനിഷേധത്തിലും നന്ദികേടിലുമാണോ, ഇന്ന അദാബി ലശദീദ്, അല്ലാഹു പറയാണ് എന്റെ ശിക്ഷ അതികഠിനമാണ്. അല്ലെ, വെള്ളം ലഭിക്കാത്തവർ, കിട്ടിയിട്ട് കുടിക്കാൻ പറ്റാത്തവർ പലരും നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്നില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അതിന്റെ മര്യാദകൾ മറക്കരുത്. നന്ദി കാണിക്കുക എന്ന ബോധം നമ്മളിൽ ഉണ്ടാകണം. അല്ലെ, കിണറുകൾക്ക് ചുറ്റും നിൽക്കുന്നവർ, വെള്ളം കാത്തു നിൽക്കുന്നവർ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിന് ആത്മാർത്ഥമായി നന്ദി കാണിക്കാൻ കഴിയണം. അതേപോലെ തന്നെ ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് എന്ത് ചെയ്യരുത്, ഒരു അമിതത്വം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് അള്ളാഹു ചെയ്തു തന്ന ഈ നിഅമത്തിന് നന്ദി കാണിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഏത് അനുഗ്രഹങ്ങളാണെങ്കിലും അത് ഒരു ഇസ്രാഫില്ലാതെ, അനാവശ്യമായി ഉപയോഗിക്കാതെ മിതത്വം പാലിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതു കാര്യത്തിലെയും ഒരു നിലപാടാണ്. അവിടെ മിതത്വം കാണിക്കുക, ഒരു അമിതമായി കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തുസ്രിഫു എന്ന പ്രയോഗം കാണാം. ചെലവഴിക്കുന്നിടത്ത് പോലും വലാ തുസ്രിഫു, നിങ്ങൾ അമിതത്വം കാണിക്കരുത്. വലാ തഖ്തുറു, നിങ്ങൾ അതിനെ പിശുക്കി പിടിക്കരുത്. വകാന ബൈന ദാലിക ഖവാം, അതിനിടയിലുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ വെള്ളത്തിന്റെ കാര്യത്തിലും, വെള്ളം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി ധാരാളം വെള്ളം ഉപയോഗിക്കുന്നത് കാണാം. പലരും പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല്ല് തേക്കുമ്പോൾ വെള്ളം എടുത്തു, പക്ഷെ തേച്ച് കഴിയുന്നത് വരെ ആ ടേപ്പ് എന്താണ്, തിരിച്ചിങ്ങനെ ഇട്ടുകയാണ്. അപ്പൊ ഒരു ബക്കറ്റോ 2 ബക്കറ്റോ വെള്ളം എന്ത് ചെയ്യാണ്, പാഴായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നിടത്ത് അത് അനാവശ്യമായി, അമിതമായി ഉപയോഗിക്കുന്നത് നന്ദികേടാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കൂടെ നബി കടന്നു പോകുന്ന ഒരു ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു wudu എടുക്കുകയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഹി വഹുവ യതവദ്ദ. സഅദ് റളിയല്ലാഹു അൻഹു wudu എടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൂടെ നബി നടന്നുപോയി. അപ്പൊ നബി ചോദിച്ചു, മാ ഹാദ സർഫ് യാ സഅദ്, സഅദേ ഇതെന്ത് ദൂർത്താണ്, അധിക ചെലവാണ്, നീ ഇതെന്താണ് ചെയ്യുന്നത്, എന്ത് ഇസ്രാഫാണ് കാണിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് നിഷ്കളങ്കമായി തിരിച്ചു ചോദിച്ചു, അഫിൽ വുദൂഇ സർഫ്, നബിയെ വുദൂഇൽ ഇസ്രാഫ് ഉണ്ടാകും? ഞാൻ വുദൂ എടുക്കല്ലേ, ഒരു ആരാധനയല്ലേ, അതിലൊരു അമിതത്വവും ധൂർത്തും വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്, നഅം, അതെ. വൈൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന നദിക്കരയിലാണ് എങ്കിലും നീ വെള്ളം വളരെ മിതത്വത്തോടുകൂടെ ഉപയോഗിക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം സമൃദ്ധമായുള്ള സമയത്താണെങ്കിലും, വെള്ളത്തിന് ലഭ്യതക്കുറവുള്ള സമയത്താണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് അത് ദൂർത്തടിച്ച് ധാരാളം വെള്ളം വേസ്റ്റായി കളയുന്ന ഒരു രീതി അത് നമുക്ക് എന്ത് ചെയ്യരുത്, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മഴയ്ക്കു വേണ്ടി
വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം പ്രാർത്ഥനകൾ മുഴുവൻ ഏകനായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ്. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത് ഇബാദത്താണ്, ആരാധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ആരാധനയാണ്. അല്ലെ, നമുക്ക് ഭൗതികമായ സാഹചര്യങ്ങളിലൂടെ കഴിയാത്തൊരു സംഗതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അല്ലെ, അഭൗതികമായ വഴിയിലൂടെ ഒരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലെ, മക്കളില്ലാത്തവർ ഒരു ദുആ ചെയ്യാണ്, മക്കളെ തരണേ. അല്ലെങ്കിൽ ഒരു കഷ്ടതയാണ്, രോഗമാണ്, നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ആ പ്രയാസം കിട്ടാനാണ് ചോദിക്കുന്നത്. അത് ഇവിടുത്തെ മെഡിക്കൽ സയൻസിനോ ഭൗതികമായ സാഹചര്യങ്ങളിലൂടെ നമുക്ക് ലഭ്യമാവാത്തത്, ആ അഭൗതികമായ വഴിയിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ തേട്ടം, അതിന് പ്രാർത്ഥന എന്നാണ് നമ്മൾ പറയാ. ഈ പ്രാർത്ഥന എന്താണ്? ഇത് ആരാധനയാണ്. എന്നാൽ ആരാധനകൾ ആരോടാണ്? ഏതെങ്കിലും പടത്തിന്റെ മുമ്പിൽ പറ്റുമോ? ഇല്ല. എല്ലാ ആരാധനയും ഈ മഴ നൽകിയ, വെള്ളം നൽകിയ, നമുക്ക് വേണ്ടി എല്ലാ നിഅമത്തുകളും നൽകിയ അള്ളാഹിനോട് മാത്രം. അത് മൊയ്തി ശേഖ് തങ്ങളെ എന്റെ രോഗം മാറ്റണമെന്ന് പറയാൻ പറ്റുമോ? അല്ലെ, ബദരീങ്ങളെ എനിക്കൊരു കുട്ടിനെ തരണമെന്ന് പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന എത്ര മഹാനായാലും അദ്ദേഹത്തോട് അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ശിർക്ക് എന്നാണ് ഇസ്ലാമിൽ പറയാം, ബഹുദൈവ ആരാധന. കാരണം ദുആ ആരാധനയാണ്, ദുആ അള്ളാഹിനോട് മാത്രമാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, മറ്റൊരാളോടും ഞാൻ പങ്കു ചേർക്കുകയില്ല. അതുകൊണ്ട് അത് അള്ളാഹിനോട് മാത്രമാണ്. റസൂലുള്ളാഹി ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ. അല്ലെ, ഒരാളോട് നീ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കാൻ. ഒരു ഇഖ്ലാസുള്ള ആബിദായ ഒരു മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം, നിങ്ങൾ എനിക്ക് കൊണ്ട് ദുആ ചെയ്യണം ഇന്ന കാര്യത്തിൽ. പ്രവാചകനോട് ഒരിക്കൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുക വെള്ളിയാഴ്ച ഒരു സഹാബി വന്നു, കന്നുകാലികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി, എല്ലാം നശിക്കാൻ തുടങ്ങി, വരൾച്ച ബാധിച്ചിരിക്കുന്നു, മഴയില്ല, പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി, പ്രവാചകൻ കൈ മിമ്പറിൽ നിന്ന് ഇങ്ങനെ ഉയർത്തി, കൈകൾ ഉയർത്തിയിട്ട് 3 വട്ടം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുവേ മഴ തരണേ എന്ന് പ്രാർത്ഥിച്ചു. സഹാബി അനസ് ബിൻ മാലിക് പറയാണ്, പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന സമയം തെളിഞ്ഞ ആകാശമാണ്, വെളുത്ത മേഘമാണ്, പക്ഷേ കാർമേഘങ്ങൾ കുമിഞ്ഞുകൂടി ഞങ്ങൾ ജുമാ കഴിഞ്ഞ് വീടുകളിലേക്ക് നനഞ്ഞിട്ടാണ് എത്തിയത്. കാരണം റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയുടെ എഫക്റ്റാണ്. അതേ സഹാബി അടുത്ത ജുമാക്ക് വരുന്ന എന്താണ്? അടുത്ത ജുമാക്ക് ഏതൊരു സഹാബിയാണോ വന്നത്, അതേ സഹാബി പ്രവാചകൻ ഞങ്ങൾക്ക് മഴ ലഭിച്ചു, ധാരാളമായിരിക്കുന്നു, മഴ ലഭിച്ചു, മഴ ധാരാളമായിരിക്കുന്നു. അള്ളാഹുവിനോട് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഹവാ അലൈനാ വലാ അലൈനാ, അല്ലാഹു ഞങ്ങൾക്ക് മഴ മതി, നീ ഞങ്ങളുടെ പരിസരങ്ങളിലുള്ളവർക്ക് നീ കൊടുക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. മഴ നിന്നു. അല്ലേ, ഇവിടെ പ്രവാചകനോട് ജീവിതകാലത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഏതെങ്കിലും സഹാബികൾ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഏതെങ്കിലും ഒരു സഹാബി മഴയ്ക്ക് പ്രയാസം ഉണ്ടായപ്പോ പ്രവാചകന്റെ ഖബറിന്റെ അടുത്ത് വന്ന് പ്രവാചകനെ മഴയ്ക്ക് വേണ്ടി തേടണമെന്ന് പറഞ്ഞു, നബിയെ മഴ തരണേന്ന് പറഞ്ഞു? അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം ഇറക്കി വെക്കേണ്ടത് ഏകനായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വരൾച്ച വന്നു. അന്ന് ഖലീഫ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെയാണ് നേതൃത്വം നൽകാൻ ഏൽപ്പിച്ചത് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കണ്ട് ഹറാമുകളിൽ നിന്നും മാറി നിൽക്കുന്നു, കുഫ്റിൽ നിന്നും ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും മാറി ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനും ഹദീസും പറഞ്ഞ ആ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ വരുന്നു, അവിടെ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനും ജീവിതത്തിലെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വെക്കേഷൻ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് പറ്റിയ ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ പരിസരങ്ങളിലുണ്ട്. അത് കണ്ടെത്തി നമ്മുടെ മക്കളെ അത്തരം ദീനിയായ ക്യാമ്പുകളിലും ക്ലാസ്സുകളിലേക്ക് എത്തിച്ച് ആ ഇസ്ലാമികമായ വിജ്ഞാനങ്ങളിലൂടെ മാത്രമേ പുതിയ കാലഘട്ടം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ, പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നത് ഇസ്ലാമിനെ മാത്രമാണ്. ലഹരിയാണോ, പ്രണയമാണോ, എന്താണ് പ്രശ്നം?
അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷനാണോ? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധമാണ്, അള്ളാഹിനെ പറ്റിയിട്ടുള്ള ഒരു പേടിയാണ്, അള്ളാഹു എന്നെ കാണുന്നു എന്ന ആ ഒരു മനസ്സിന്റെ ഉള്ളിലെ വിശ്വാസമാണ് ഒരാളെന്ത് ചെയ്യണത്? നന്നാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മക്കളെ നമ്മുടെ സൗഹൃദമായ അവരെ ചേർത്ത് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ സമയം ആ തർബിയത്തുകളും തസ്കിയത്തും ഒക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഈ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഹജ്ജ് സിലബസ് വെച്ചുകൊണ്ടുള്ള ഖുർആൻ പഠന ക്ലാസുകൾ നടന്നു വരികയാണ്. അതിന്റെ പരീക്ഷ, വാർഷിക പരീക്ഷ മെയ് 24 നടക്കുകയാണ്. ഓൺലൈനാണ്. അതെല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാന്റെ മകൻ അബോധാവസ്ഥയിൽ 12 ദിവസങ്ങളായി മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു ആ കുട്ടിക്ക് പൂർണ്ണമായ SSLC കഴിഞ്ഞു നിൽക്കുന്ന ആ കുട്ടി അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവേ സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് സ്വർഗ്ഗം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نسالك الجنه. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.